മലയിലെ പ്രസംഗം. സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭാഗം 5. മഗ്ദലനയുമായി കൂടിക്കാഴ്ച. അതിമനോഹരമായൊരു പ്രഭാതമായിരുന്നു. സാധാരണയിലധികം സുഖപ്രദമായ കാറ്റുമുണ്ട്. ഒരു ദൂരദർശിനിയിലൂടെ എന്നവണ്ണം വിദൂര സ്ഥലങ്ങൾ അടുത്തു വരുന്നതായും വിദൂര വസ്തുക്കൾ വലുതാവുന്നതായും അവിടെ നിന്നാൽ തോന്നും. ഗുരുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു. ദിവസം കഴിയും തോറും ആ പ്രദേശം കൂടുതൽ കൂടുതൽ മനോഹരമാവുകയും വസന്തകാല മോടിയുടെ മൂർധന്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പാലസ്തീനയിലാണെങ്കിൽ മാർച്ച് അവസാനത്തേതിലും ഏപ്രിൽ ആദ്യത്തേതിലുമാണ് വസന്തകാലം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല ഉണക്കുകാലമാണ്. അപ്പോഴേക്കും വിളവുകൾ പാകമാവുകയും വൃക്ഷങ്ങളുടെ കമ്പുകളും ഇലകളും ഇടതൂർന്നതാവുകയും ചെയ്യും. ആ പ്രദേശമാകെ ഇപ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. തനതായ പുഷ്പങ്ങൾ കൊണ്ട് ആ മല അലങ്കൃതമായിരിക്കുന്നു. ഒട്ടും അനുയോജ്യമല്ലെന്ന് തോന്നിയേക്കാവുന്ന ഇടങ്ങളിൽ പോലും നിറയെ പൂക്കളുണ്ട്. സമതലത്തിൽ ഗോതമ്പ് ചെടികൾ കാറ്റേറ്റിളകുന്നത് കണ്ടാൽ കടലിൽ തിരയിടിക്കുകയാണെന്നേ തോന്നും. കതിരുകളുടെ മുകളിലെ സുവർണ നിറം അതിമനോഹരമായിരിക്കുന്നു. കൃഷിഭൂമികളിൽ ഉയർന്നു നിൽക്കുന്ന ഫലവൃക്ഷങ്ങളും കാറ്റത്ത് ഇളകിക്കൊണ്ടിരുന്നു. വെള്ള, ഇളംചുവപ്പ്, കടുംചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള സുതാര്യമായ പുകപടലം പോലെയോ ഗോളം പോലെയോ അവ കാണപ്പെട്ടു. ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഒലിവ് മരങ്ങളുടെ സ്ഥിതി. അവ സന്യാസിമാരുടെ വേഷമണിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നേ തോന്നൂ. അവയുടെ ചെറിയ വെള്ളപ്പൂക്കളിൽ അല്പാൽപ്പം മഞ്ഞ് വീണിട്ടുണ്ട്. സൂര്യപ്രകാശമേറ്റ് ഹെർമോൻ മലയുടെ കൊടുമുടി ഇളം ചുവപ്പ് നിറത്തിലുള്ള വെണ്ണക്കല്ല് പോലെ ശോഭിച്ചു. അവിടെ നിന്നും വരുന്ന വജ്രനൂലുകൾ പോലെയുള്ള കിരണങ്ങൾ പച്ചിലക്കാടുകളിൽ അപ്രത്യക്ഷമാവുന്നു. മേറോം കായലിൽ ഒഴുകിപ്പോകുന്ന അരുവികളിൽ അവ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ നിന്നും കാണാൻ കഴിയാത്ത മേറോം കായലിൽ നിന്നും ആ ജലം ജോർദാൻ നദിയിലേക്കും ഒടുവിൽ ഗലീലിയ കടലിലേക്കും ഒഴുകിയെത്തുന്നു. സൂര്യകിരണങ്ങളേറ്റ് മിന്നിത്തിളങ്ങുന്ന ഇന്ദ്രനീല കല്ലുകളുടെ സമാഹാരം പോലെ കടൽ പ്രശോഭിച്ചു. മനോഹരമായ ഉദ്യാനങ്ങൾ കൊണ്ടും ഗ്രാമങ്ങൾ കൊണ്ടും അതിരുപിടിച്ച അതിലൂടെ പായ്ക്കപ്പലുകൾ നീങ്ങിപ്പോകുന്നത് കണ്ടാൽ നീലാകാശത്തു കൂടി ചെറുമേഘങ്ങൾ നീങ്ങിപ്പോവുകയാണെന്ന് തോന്നും. ഈ വസന്തകാല പ്രഭാതത്തിൽ പ്രകൃതി പുഞ്ചിരിക്കുന്നതായി ശരിക്കും കാണപ്പെടുന്നു. ജനം പല ഭാഗങ്ങളിലായി നിന്ന് വന്നു കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രായം ചെന്നവരും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും കുട്ടികളും ഒക്കെയുണ്ട്. ദൈവവചനത്താൽ അനുഗ്രഹം പ്രാപിച്ച് വൈവാഹിക ജീവിതം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവമിഥുനങ്ങളും എത്തിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ യാചകരെയും വലിയ പണക്കാരെയും കാണാം. ധനവാന്മാർ അപ്പസ്തോലന്മാരെ വിളിച്ച് ആളഴിവുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സംഭാവനകൾ നൽകുന്നു. അവർ പാപങ്ങൾ ഏറ്റുപറയുവാൻ പോകുന്ന മട്ടുണ്ട്. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വലിയ സഞ്ചിയിൽ ആ പണമെല്ലാം കൂട്ടി തോമ വാരിയിട്ടു. അത് ഈശോയുടെ അടുത്ത് കൊണ്ടുവച്ചിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു സന്തോഷിച്ചാലും ഇന്ന് എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടത്രയുണ്ട്. ഈശോ പുഞ്ചിരിച്ചു. അവിടുന്ന് പറഞ്ഞു, എങ്കിൽ നമുക്കുടനെ ആരംഭിക്കാം. ദുഃഖിതരായി വന്നിട്ടുള്ളവർ എത്രയും വേഗം സന്തോഷിക്കട്ടെ. നീയും നിന്റെ കൂട്ടുകാരും കൂടി പാവപ്പെട്ടവരെയും രോഗികളെയും കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരിക. ധാരാളം ആളുകളുടെ ആവലാതികൾ കേൾക്കേണ്ടി വന്നെങ്കിലും ഏൽപ്പിച്ച ജോലി താരതമ്യേന കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ തോമായ്ക്ക് കഴിഞ്ഞു. എല്ലാവർക്കും കാണത്തക്ക വിധം ഒരു പാറയിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശാരീരിക പീഡ അനുഭവിക്കുന്ന എല്ലാവരും എൻ്റെ വലതുവശത്തുള്ള മരത്തണലിലേക്ക് വരിക. ഗുരുവിൻ്റെ കണ്ണുകൾക്ക് നിങ്ങളുടെ ഹൃദയരഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നതിനാൽ നിങ്ങൾ കള്ളം പറയുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ജനം 3 വിഭാഗമായി തിരിഞ്ഞു. രോഗികൾ, പാവപ്പെട്ടവർ, ഈശോയുടെ പ്രബോധനം കേൾക്കാൻ മാത്രമായി വന്നവർ. എന്നാൽ 3 പേർ, ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായി കാണപ്പെട്ടു. അവർക്ക് ആരോഗ്യമോ പണമോ അല്ല, അതിലും വിലപ്പെട്ട എന്തോ ആണ് വേണ്ടതെന്ന് തോന്നുന്നു. അവർ അപ്പോസ്തലന്മാരെ ഉറ്റുനോക്കുന്നുവെങ്കിലും ഒന്നും പറയുന്നില്ല.
തീക്ഷ്ണനായ സൈമൺ ഗൗരവപൂർവ്വം നോക്കിക്കൊണ്ട് കടന്നുപോയി. പത്രോസും അതിലെ പോയി. പ്രസംഗം കഴിയുന്നതുവരെ ശബ്ദമുണ്ടാക്കാതെ ഇരുന്നാൽ ഒലിവുമരത്തിൻ്റെ കായ്കൾ സമ്മാനമായി കൊടുക്കാമെന്നും അതല്ല ബഹളമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചുട്ട അടി തരുമെന്നും പത്രോസ് കൊച്ചുകുട്ടികളോട് പറയുന്നു. കൂട്ടത്തിൽ മുതിർന്ന ബെർത്തലോമിയോയും അതിലെ കടന്നുപോയി. മത്തായിയും ഫിലിപ്പോസും കൂടി ഒരു മുടന്തനെ ജനക്കൂട്ടത്തിനിടയിൽ കൂടി പിടിച്ചുകൊണ്ടുവരുന്നു. അന്ധനായ ഒരു യാചകനെയും വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയെയും ഈശോയുടെ സഹോദര സ്ഥാനീയർ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ സ്ത്രീയുടെ പ്രായാധിക്യം എന്ന് അത്ഭുതപ്പെടുത്തുന്നു. തൻ്റെ ദുരിതങ്ങളെല്ലാം അവർ യാക്കോബിനോട് കരഞ്ഞു പറയുന്നു. സെബദി പുത്രനായ യാക്കോബ് ആൾക്കൂട്ടത്തിനിടയിലൂടെ രോഗിണിയായ ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുവരികയാണ്. നെടുവീർപ്പിട്ടുകൊണ്ട് അവളുടെ അമ്മയും പിന്നാലെ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നത് യോഹന്നാനും അന്ത്രയോസുമാണ്. അവർ ഇണപിരിയാത്ത കൂട്ടുകാരാണെന്ന് തോന്നുന്നു. യോഹന്നാൻ ഒരു കൊച്ചു കുഞ്ഞിനെന്ന പോലെ നിഷ്കളങ്കൻ, സുഹൃത്തുക്കളുടെ കൂടെ സഞ്ചരിക്കുന്നതിൽ തൽപരൻ. അന്ത്രോസ് ആകട്ടെ യോഹന്നാൻ ഒഴികെ മറ്റാരോടും തുറന്ന് ഇടപെടാത്തവർ. എപ്പോഴും യോഹന്നാൻ്റെ കൂടെ നടക്കാനാണ് താല്പര്യം. രണ്ടുപേരും പണ്ട് ഒന്നിച്ച് മീൻ പിടിച്ചിരുന്നവരും സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരായി നടന്നിരുന്നവരുമാണ്. രണ്ടുപേരും കൂടി പ്രധാന പാതയുടെ ജംഗ്ഷനിൽ നിന്ന് ആളുകൾക്ക് ഇരിക്കാവുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആളുകളുടെ വരവ് നിലച്ചപ്പോൾ ഒടുവിൽ ലഭിച്ച സംഭാവനകളുമായി അവർ ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈശോ കുനിഞ്ഞ് രോഗികളുടെ മേൽ കൈവച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഓരോ അത്ഭുതം നടക്കുമ്പോഴും ജനങ്ങൾ ഓശാന പാടി. പൂർണ്ണമായും നിരാശയിലാണ്ട സ്ത്രീ അന്ത്രയോസിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ്റെ കുപ്പായത്തിൻ്റെ തുമ്പിൽ പിടിച്ചു വലിച്ചു. അവൾ പുഞ്ചിരിച്ചു. യോഹന്നാൻ അവരോട് ചോദിച്ചു, സ്ത്രീയെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഗുരുവിനോട് സംസാരിക്കണം. നിങ്ങൾക്ക് സുഖമില്ലേ? നിങ്ങൾ ഒരു ദരിദ്രയല്ല. എനിക്ക് സുഖമുണ്ട്, ദരിദ്രയുമല്ല. എങ്കിലും എനിക്ക് ഗുരുവിനെ കൊണ്ട് ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ യാതൊരു രോഗലക്ഷണവുമില്ലാത്ത പാപങ്ങളും ദാരിദ്ര്യമല്ലാത്ത കഷ്ടതകളുമുണ്ട്. എൻ്റേത് അതാണ്. അവൾ കരയുകയാണ്. അന്ത്രയോസ്, ഈ സ്ത്രീ ഹൃദയം തകർന്നവളാണ്. ഗുരുവിനോട് സംസാരിക്കാൻ ഇവൾ ആഗ്രഹിക്കുന്നു. നാം എന്താണ് ചെയ്യുക? അന്ത്രയോസ് അവളെ നോക്കി പറഞ്ഞു, ഇത് പറയാൻ തീർച്ചയായും കുറേ ബുദ്ധിമുട്ടുണ്ട്. ആ സ്ത്രീ സമ്മതിച്ച് തലകുലുക്കി. അപ്പോൾ അന്ത്രയോസ് തുടർന്നു, കരയാതിരിക്കൂ. യോഹന്നാൻ ഇവളെ നമ്മുടെ കൂടാരത്തിനടുത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ ഗുരുവിനെ അവിടെ കൂട്ടിക്കൊണ്ടുവരാം. ജനങ്ങളുടെ തിക്കിനും തിരക്കിനും ഇടയിലൂടെ യോഹന്നാൻ കടന്നുപോയി. അന്ത്രയോസ് എതിർദിശയിൽ ഈശോയുടെ അടുത്തേക്കും പോയി. അവശരായ രണ്ട് പുരുഷന്മാർ അത് ശ്രദ്ധിച്ചു. അവരിൽ ഒരാൾ യോഹന്നാനെയും മറ്റേയാൾ അന്ത്രയോസിനെയും തടഞ്ഞു നിർത്തി. അല്പസമയത്തിനുള്ളിൽ അവരും യോഹന്നാനോടും ആ സ്ത്രീയോടുമൊപ്പം കൂടാരത്തിൻ്റെ പിന്നിലെത്തി. ഈ സമയത്ത് ഈശോ ഒരു മുടന്തനെ സുഖപ്പെടുത്തുകയായിരുന്നു. നൃത്തത്തിൽ വിജയിയായ ഒരാൾ ട്രോഫികൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ അയാൾ തൻ്റെ താങ്ങുവടികൾ ഉയർത്തിപ്പിടിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. സാവധാനം അടുത്തു ചെന്ന് അന്ത്രയോസ് മന്ത്രിച്ചു, ഗുരു, നമ്മുടെ കൂടാരത്തിന് പിന്നിൽ 3 പേർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഹൃദയവേദനയോടെ നിൽക്കുന്ന അവർ തങ്ങളുടെ ദുഃഖം പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഈ പെൺകുട്ടിയെയും ഈ സ്ത്രീയെയും കൂടി സുഖപ്പെടുത്താനുണ്ട്. അതിനുശേഷം ഞാൻ വരാം. അവരോട് വിശ്വാസമുള്ളവരായിരിക്കുവാൻ ചെന്ന് പറയുക. അന്ത്രയോസ് പോയി കഴിഞ്ഞപ്പോൾ ഈശോ അമ്മയുടെ ഇടയിലിരുന്ന പെൺകുട്ടിയുടെ മേൽ കൈകൾ വെച്ചു. അവിടുന്ന് കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, ഇവളുടെ പേരെന്താണ്? മേരി. എൻ്റെ പേരറിയാമോ? ഈശോ. ഞാൻ ആരാകുന്നു? മനുഷ്യരുടെ ശരീരങ്ങൾക്കും ആത്മാക്കൾക്കും നന്മ ചെയ്യുവാൻ വേണ്ടി വന്നിരിക്കുന്ന ദൈവപുത്രനായ മിശിഹ. ആരാണിത് പറഞ്ഞത്? എൻ്റെ അമ്മയും അച്ഛനും. എൻ്റെ ജീവിതത്തെ പ്രതി അവർ അങ്ങയിൽ പ്രത്യാശ വച്ചിരിക്കുകയാണ്. നന്മ ചെയ്ത് ജീവിക്കുക. ഏതാണ്ട് 7 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടി, ഒരുപക്ഷെ അതിലും പ്രായം കാണും, നട്ടെല്ല് രോഗം ബാധിച്ചവളാണ്.
ദേഹമാസകലം കട്ടിയുള്ള ബാൻഡേജുകൾ ഇട്ടിരിക്കുന്നു. കൈകൾ മാത്രമേ ചലിപ്പിക്കാൻ കഴിയൂ. അവൾ എളിയിൽ നിന്നും വഴുതിയിറങ്ങി ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടുന്ന് അപ്പോഴേക്കും ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുകയാണ്. അവരുടെ രോഗമെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രോഗികളെല്ലാം സുഖം പ്രാപിച്ചു. ദാവീദിന്റെ പുത്രന് സ്തോത്രം, ദൈവപുത്രന് സ്തോത്രം എന്നിങ്ങനെ അവർ ആർത്തു വിളിച്ചു. ഈശോ കൂടാരത്തിന്റെ അടുത്തേക്ക് പോയി. യൂദാസ് കറിയോത്ത വിളിച്ചു ചോദിച്ചു, ഗുരു, ഈ നിൽക്കുന്ന ജനങ്ങൾ എന്തു ചെയ്യണം? ഈശോ പിന്തിരിഞ്ഞു പറഞ്ഞു, ഓരോരുത്തരും അവിടെ നിൽക്കട്ടെ, അവർക്കും സൗഖ്യം നൽകാം. അവിടുന്ന് അതിവേഗം നടന്ന് കൂടാരത്തിന്റെ പിന്നിലെത്തി. അവിടെ അന്ത്രയോസിനോടും യോഹന്നാനോടുമൊപ്പം ദുഃഖിതരായ 3 പേർ നിൽക്കുന്നു. ആദ്യം ഈ സ്ത്രീയുടെ കാര്യം. എൻ്റെ കൂടെ ആ വേലിയുടെ അടുത്തേക്ക് വരിക. യാതൊരു ഭയവും കൂടാതെ എല്ലാം തുറന്നു പറയുക. എൻ്റെ കർത്താവേ, ഒരു വേശ്യയോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് 5 കുട്ടികളുണ്ട്. ഏറ്റവും ഇളയതിന് 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ ദുഃഖം വളരെ വലുതാണ്. എൻ്റെ കുട്ടികളുടെ കാര്യമോർത്താണ് ഞാൻ ദുഃഖിക്കുന്നത്. അദ്ദേഹം കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ടുതരുമോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ആൺകുട്ടികളെ തീർച്ചയായും അദ്ദേഹത്തിന് വേണമായിരിക്കാം, കുറഞ്ഞപക്ഷം ഏറ്റവും മൂത്തവനെയെങ്കിലും. പെറ്റു വളർത്തിയ ഞാൻ ഇനി അവനെ കാണുകയേ വേണ്ടെന്നാണോ? കുട്ടികൾ എന്നെയും അവരുടെ പിതാവിനെയും എന്തു വിചാരിക്കും? ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പാപിയാണെന്ന് അവർ കരുതും. തങ്ങളുടെ പിതാവിനെതിരെ അവർ വിധി കൽപ്പിക്കാൻ ഇടയാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കരയേണ്ട, ഞാൻ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണ്. നിന്റെ ഭർത്താവ് ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയില്ല. സമാധാനത്തോടു കൂടി പോവുക, നല്ലവളായി തുടർന്നും ജീവിക്കുക. എന്നാലും എൻ്റെ കർത്താവെ, അവിടുന്ന് അദ്ദേഹത്തെ കൊന്നുകളയരുത്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഈശോ പുഞ്ചിരിച്ചു. ഞാൻ ആരെയും കൊല്ലുകയില്ല. എന്നാൽ ഓരോരുത്തൻ അവൻ്റെ ജോലി ചെയ്തു കൊണ്ടിരിക്കും. സാത്താൻ ദൈവത്തെക്കാൾ വലിയവനല്ല എന്ന് നീ മനസ്സിലാക്കണം. നീ തിരികെ പട്ടണത്തിൽ ചെല്ലുമ്പോഴേക്കും ആരോ ഒരാൾ ആ ദുഷ്ടജീവിയെ, വേശ്യയെ കൊന്നു കളഞ്ഞിരിക്കും. അപ്പോൾ നിന്റെ ഭർത്താവിന് തൻ്റെ തെറ്റ് മനസ്സിലാകും. പൂർവാധികം സ്നേഹത്തോടെ നിന്നെ അയാൾ സ്വീകരിക്കും. അവൾ ഈശോയുടെ കൈമുത്തിയ ശേഷം അത് ശിരസിൽ വെച്ചു. പിന്നീട് അവൾ പോയി. അപ്പോൾ പുരുഷന്മാരിൽ ഒരാൾ ഈശോയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു പുത്രിയുണ്ട്. നിർഭാഗ്യവശാൽ ഏതോ കൂട്ടുകാരികളുമൊത്ത് തിബരിയസിലേക്ക് പോയ അവൾ വിഷം കഴിച്ചെന്ന് തോന്നുന്നു. തിരിച്ചെത്തി അവൾ ഒരു ഭ്രാന്തിയെ പോലെയാണ്. അവൾക്ക് ഒരു ഗ്രീക്കുകാരനോടൊപ്പം കടന്നു കളയണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെയെങ്കിൽ അവൾ ജനിച്ചതെന്തിന്? അവളുടെ അമ്മ ഹൃദയം തകർന്നിരിക്കുകയാണ്. ദുഃഖം കൊണ്ട് അവൾ മരിച്ചു പോയേക്കാം. മുമ്പൊരിക്കൽ അവിടുത്തെ വചനം കേട്ടതുകൊണ്ട് ആ പെണ്ണിനെ കൊന്നുകളയാതെ കഴിയുകയാണ്. എങ്കിലും ഞാൻ അങ്ങയോട് പറയുന്നു, എൻ്റെ ഹൃദയം അവളെ ശപിച്ചു കഴിഞ്ഞു. പാടില്ല. പൂർണ്ണവും നിർബന്ധപൂർവമായ പാപത്തെ ശപിക്കേണ്ടത് ദൈവപിതാവ് മാത്രമാണ്. എന്നിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? തെറ്റു തിരുത്തുവാൻ അവിടുന്ന് അവളെ സഹായിക്കണം. എനിക്ക് അവളെ അറിഞ്ഞുകൂടാ. അവൾ എൻ്റെ അടുത്ത് തീർച്ചയായും വരികയുമില്ല. എങ്കിൽ ദൂരത്തിലിരുന്നു കൊണ്ട് അവളുടെ മനസ്സ് മാറ്റാൻ അങ്ങേക്ക് കഴിയും. അങ്ങയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത് ആരാണെന്ന് അറിയാമോ? യോവന്ന ചൂസയാണ്. ദുഷ്ടനായ ആ ഗ്രീക്കുകാരനെ അറിയാമോ എന്ന് അന്വേഷിക്കുവാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവർ എന്നോടിത് പറഞ്ഞത്. അവർ നല്ല ഒരു സ്ത്രീ ആകയാൽ ആ ദുഷ്ടനെ അറിയാനിടയില്ലെന്നാണ് ഞാൻ കരുതിയത്. അവൾ തിബരിയാസിലാണ് താമസിക്കുന്നതെങ്കിലും ചൂസാക്ക് പുറംജാതിക്കാരുമായി ബന്ധമുണ്ട്. ആ മനുഷ്യനെ നേരിട്ട് അറിയില്ലെങ്കിലും യോവന്ന എന്നോട് പറഞ്ഞു, ഈശോയുടെ അടുത്ത് പോകുക. വളരെ ദൂരത്തിലിരുന്നു കൊണ്ട് അവിടുന്ന് എന്നെ സുഖപ്പെടുത്തിയത്. അവിടുന്ന് നിങ്ങളുടെ മകളുടെ ഹൃദയത്തെയും സുഖപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വാസത്തോടെ പോവുക. എനിക്ക് വിശ്വാസമുണ്ട്, അത് അവിടത്തേക്ക് കാണാൻ കഴിയുമല്ലോ. ഗുരു, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മകൾ അവളുടെ അമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞ് ക്ഷമ ചോദിക്കും. ആ അമ്മയെപ്പോലെ നിങ്ങളും അവളോട് ക്ഷമിക്കണം.
ഭൂതകാലം മരിച്ചു പോയിരിക്കുന്നു. അതേ ഗുരു, അങ്ങ് പറഞ്ഞതുപോലെ ഭവിക്കട്ടെ. അങ്ങ് അനുഗ്രഹിക്കപ്പെടട്ടെ. അയാൾ പോകാനായി പിന്തിരിഞ്ഞു. എങ്കിലും പിൻവാങ്ങിക്കൊണ്ട് അയാൾ ഈശോയോട് പറഞ്ഞു, ഗുരു, എന്നോട് ക്ഷമിക്കുക. എങ്കിലും എനിക്കൊരു ഭയം. കാമം ഒരു പിശാചാണല്ലോ. അവിടുത്തെ കുപ്പായത്തിൽ നിന്നും എനിക്കൊരു നൂൽ വേണം. ഞാനത് അവളുടെ തലയിണ കീഴിൽ വെച്ചേക്കാം. അവൾ ഉറങ്ങുമ്പോൾ സാത്താൻ അവളെ പ്രലോഭിപ്പിക്കാതിരിക്കട്ടെ. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിന്റെ മനസ്സ് ശാന്തമായി വെക്കുക. ഞാനിത് ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ കടന്നുകൊള്ളും. ഇനി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഇത് നീ വിശ്വസിക്കുക. എങ്കിലും ഒരു സ്മരണക്കായി ഇത് സൂക്ഷിച്ചു കൊള്ളുക. തൻ്റെ കുപ്പായത്തൊങ്ങലിൽ നിന്നും ചെറിയ ഒരു നൂൽ പറിച്ച ഈശോ അയാൾക്ക് കൊടുത്തു. അടുത്തതായി മൂന്നാമത്തെ ആൾ വന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, ഗുരു, എൻ്റെ പിതാവ് മരിച്ചുപോയി. കുറേ പണം നീക്കിയിരിപ്പുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ യാതൊന്നും കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എനിക്കും എൻ്റെ സഹോദരന്മാർക്കും ഭക്ഷണത്തിന് മുട്ടില്ലാത്തതിനാൽ അതത്ര കാര്യമാക്കാനില്ല. എന്നാൽ മൂത്ത പുത്രൻ എന്ന നിലക്ക് ഞാൻ പിതാവിനോടൊപ്പമാണ് താമസിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ 2 സഹോദരന്മാരും പറയുന്നത് ഞാൻ പിതാവിൻ്റെ പണം മോഷ്ടിച്ചുവെന്നാണ്. ഞാൻ മോഷണം നടത്തിയെന്നാരോപിച്ച് അവർ വ്യവഹാരം നടത്താൻ പോകുന്നു. അങ്ങേക്ക് എൻ്റെ ഹൃദയം കാണാൻ കഴിയുമല്ലോ. ഞാനൊരൊറ്റ ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല. എൻ്റെ പിതാവ് പണം സൂക്ഷിച്ചിരുന്നത് ഇരുമ്പ് പെട്ടിയിൽ വെച്ചിരുന്ന ഒരു പണസഞ്ചിയിലായിരുന്നു. ഞങ്ങൾ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ പണസഞ്ചി കാണാനില്ല. കഴിഞ്ഞ രാത്രി അവരൊക്കെ ഉറങ്ങിയപ്പോൾ ഞാൻ അത് മോഷ്ടിച്ചുവെന്നാണ് അവർ പറയുന്നത്. അത് സത്യമല്ല. എൻ്റെ സമാധാനവും മാന്യതയും വീണ്ടും കിട്ടാൻ അവിടെ തന്നെ സഹായിക്കണം. ഈശോ അയാളെ നോക്കി പുഞ്ചിരിച്ചു. മറ്റാരും എടുക്കാതെ ഇരിക്കാൻ കളിപ്പാട്ടം ഒളിച്ചു വെക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നിങ്ങളുടെ പിതാവ് പെരുമാറിയത്. അയാളാണ് കുറ്റക്കാരൻ. എന്നാൽ എൻ്റെ പിതാവ് ഒരു പിശുക്കനായിരുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കണം. അദ്ദേഹം ഒരു ഉദാരമനസ്കനായിരുന്നു. അതെനിക്കറിയാം. എങ്കിലും അദ്ദേഹത്തിന് വളരെയേറെ പ്രായമുണ്ടായിരുന്നു. ഇത് പ്രായം ചെന്നവരുടെ ഒരു രോഗമാണ്. നിന്നോടുള്ള അധിക സ്നേഹം കൊണ്ട് നിനക്ക് വേണ്ടി പണം സൂക്ഷിച്ചു വെക്കാനാണ് അയാൾ ആഗ്രഹിച്ചത്. എങ്കിലും അത് നിങ്ങൾക്കിപ്പോൾ വിനയായി. ആ പണസഞ്ചി അറയിലേക്കുള്ള ചവിട്ടുപടിയുടെ കീഴിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. എനിക്കിതൊക്കെ അറിയാമെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഈ സമയത്ത് നിന്റെ ഇളയ സഹോദരൻ കോപത്തോടെ തറയിൽ ചവിട്ടിയപ്പോൾ എന്തോ കിലുക്കം കേട്ടു. അങ്ങനെ അവർ ആ പണം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിന്നെ കുറ്റപ്പെടുത്താൻ ഇടയായതിൽ അവരൊക്കെ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്. ശാന്തനായി വീട്ടിൽ പോവുക. അവരോട് സ്നേഹപൂർവ്വം പെരുമാറുക. നിന്നോട് മോശമായി പെരുമാറിയതിനെ അവരെ നീ കുറ്റപ്പെടുത്തരുത്. എൻ്റെ കർത്താവേ, ഇല്ല, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അവിടുത്തെ പ്രസംഗം കേട്ടിട്ട് നാളെയേ പോകുന്നുള്ളൂ. അവർ പണം മുഴുവൻ എടുത്തു കളഞ്ഞാലോ? മനുഷ്യർ അത്യാഗ്രഹികളാവരുതെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അത്യാഗ്രഹിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സഹോദരന്മാർ തമ്മിൽ സമാധാനമായി കഴിയുകയാണെങ്കിൽ അതിൽ കവിഞ്ഞൊന്നും എനിക്ക് വേണ്ട. മാത്രമല്ല, ആ പണസഞ്ചിയിൽ എത്ര പണമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സത്യം തെളിഞ്ഞല്ലോ. ഇതിനകം ആ പണം നഷ്ടപ്പെട്ടു കാണും. അവർ എനിക്ക് യാതൊന്നും തന്നില്ലെങ്കിലും പഴയതുപോലെ ഞാൻ കഴിഞ്ഞോളാം. അവർ എന്നെ കള്ളനെന്ന് വിളിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ദൈവത്തിൻ്റെ പാതയിലൂടെ വളരെയേറെ മുന്നേറിയിരിക്കുന്നു. ഇനിയും മുന്നേറുക. സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ആ മനുഷ്യനും സന്തോഷത്തോടെ പോകുന്നു.